ഹലോ എവ്രി വൺ, നമുക്ക് ഈ ചാപ്റ്റർ വെറും 10 മിനിറ്റ്സിൽ പഠിക്കാം. ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആയിട്ട് ഞാൻ പറയാം, ഇത് ഡെപ്റ്റ് എന്ന് പറയില്ല, ഡെപ്റ്റ് അല്ല ഡെറ്റ് ആണ്. നമ്മൾ പറയുമ്പോൾ DET എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ. ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടം. ഓഫ് എന്തിൻ്റെ കടമാണ്? ഗ്രാറ്റിറ്റ്യൂഡ്, പൈസേൻ്റെ അല്ല, നന്ദി പറയാനുള്ള ആ നന്ദീൻ്റെ കടമാണ് പറയുന്നത്. ഇറ്റ് ഇസ് റിട്ടൺ ബൈ സെൽമ ലാഗർലോഫ്. ഓക്കെ, സ്വീഡിഷ് പേരാണ്. അപ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ ഇവിടെ 2 കുത്തൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സെൽമ ലാഗർലോഫ്. വളരെ സിമ്പിളാണ്. ഒരു നോബൽ ലോറിയറ്റ് എന്ന് പറയും, നോബൽ പ്രൈസ് കിട്ടിയ ആളെ നോബൽ ലോറിയറ്റ് എന്ന് പറയും. അവരുടെ സ്റ്റോറിയാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിന് ചോദിക്കാം, നിങ്ങൾക്ക് റൈറ്റിംഗിൽ ചോദിക്കാം, ഡയറിയൊക്കെ ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതിന് ഡീറ്റെയിൽ ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നമ്പേഴ്സ് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിലും അടിപൊളി ക്ലാസ് ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പഠിക്കാൻ പറ്റും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മക്കളെ, ഇതിൻ്റെ നോട്ട്സ് വിത്ത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബാച്ചിലാകുമ്പോൾ നിങ്ങൾക്ക് ഇതാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും അതിൻ്റെയൊക്കെ ക്ലാസ്സസും എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, കമ്മിങ് ടു ദ ചാപ്റ്റർ. ഫസ്റ്റ് നമ്മൾ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാം. നമ്മുടെ സെൽമ ലാഗർലോഫ് നമ്മുടെ മെയിൻ ആൾ. ഓക്കെ, ദ സ്പീക്കർ, ദ ഡോട്ടർ ആൻഡ് ദ നോബൽ പ്രൈസ് വിന്നർ. നോബൽ പ്രൈസ് വിൻ ചെയ്താളെ നോബൽ ലോറിയറ്റ് എന്നും പറയും. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾ ആ വാക്ക് കാണാം. ഇമാജിനേറ്റീവ് ഇനഫ് ടു ടേൺ എ ട്രെയിൻ ജേർണി ഇൻ ടു എ മീറ്റിംഗ് ഇൻ പാരഡൈസ്. ഒരു ട്രെയിൻ ജേർണിയിൽ ഇമാജിൻ ചെയ്ത് വേറെ ലോകത്തേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഹംബിൾ ബിക്കോസ് ഷീ ക്രെഡിറ്റ്സ് അതേഴ്സ് ഫോർ ഹർ സക്സസ്. അവരുടെ സക്സസിന് ബാക്കിയുള്ളവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. ഇമോഷണലി ഓണസ്റ്റ് അബൌട്ട് ഹർ ജോയ്, ആങ്സൈറ്റി ആൻഡ് ഗ്രീഫ്. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ആങ്ഷ്യസ് ആണ്, ഓക്കെ, പേടിയുണ്ട്, ആൻഡ് ഗ്രീഫും ഉണ്ട്, സങ്കടമുണ്ട്. ഓക്കെ, ഇനി അച്ഛനെ പറ്റിയിട്ടുണ്ട്, അച്ഛനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് ഫാദർ ഉണ്ട്, നേർച്ചറിങ് ഇൻസ്പയറിങ് ഒരാൾ. SLD ഉണ്ട്, ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്. പിന്നെ സ്വീഡിഷ് അക്കാഡമി. ഒരിക്കലും സ്വീഡിഷ് അക്കാഡമീനെ പറ്റിയിട്ട് ഇപ്പോൾ ഇത് ചോദിക്കില്ല കേട്ടോ, ക്യാരക്ടർ സ്കെച്ച്. സെൽമ ലാഗർലോഫ് ഓക്കെ ട്രാവൽസ് ബൈ ട്രെയിൻ ടു സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോം എവിടെയാണ് മക്കളെ? സ്വീഡനിലാണ് നമ്മുടെ നോബൽ പ്രൈസ് കൊടുക്കുക. നോബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു നൊബേൽ എന്ന് പറഞ്ഞാൽ, നോബൽ അല്ല, നൊബേൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു വില്ലാണ്. ഒരു വലിയ പൈസക്കാരനായിരുന്നു, ഒരു എന്താണ് റോയൽ ഫാമിലിയുള്ള ആളാണ്. അവർ പറയുന്നതാണ് എല്ലാ വർഷവും നമുക്ക് സയൻസ് ഇതിലൊക്കെ നല്ല ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈസ് കൊടുക്കാം. ഏകദേശം 10 കോടി, $1 മില്യൺ ഏകദേശം വരെ 10 കോടി കൊടുക്കാം. ഏറ്റവും വലിയ അവാർഡാണ് ഓരോ ഫീൽഡിലും. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക്ഹോമിലേക്ക് പോകണം. എന്തിനാണ്? നൊബേൽ പ്രൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലിറ്ററേച്ചറിൽ കുറേ കാലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോരാതെ ഇത് ലിറ്ററേച്ചറിൽ വിമനിൽ കിട്ടാനുള്ള ഫസ്റ്റ് ആളാണ്. ഓക്കെ, അപ്പം വിമനിൽ ഫസ്റ്റ് നൊബേൽ പ്രൈസ് കിട്ടാനുള്ള ആളാണ്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഏർലിയർ ജേർണീസ് ടു സ്റ്റോക്ക്ഹോം വെർ കണക്റ്റഡ് വിത്ത് ഡിഫിക്കൽട്ട് ടാസ്ക് സച്ച് എസ് എക്സാമിനേഷൻ. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് എക്സാമിന് പോകില്ലേ, അതേപോലെ തന്നെ എക്സാമിനൊക്കെ പോകുന്നതാണ് ഓർമ്മ വരുന്നത്. പണ്ട് ട്രെയിനിലൊക്കെ പോകുന്ന എക്സാമിന് പോകുന്നതായിരുന്നു. ദിസ് ജേർണി ഈസ് ജോയ്ഫുൾ ദോ ദ അവാർഡ് സെറമണി മേക്സ് ഇത്. അപ്പോൾ ഇമോഷൻസ് ഒക്കെ സന്തോഷമുണ്ട്, ഓഫ് കോഴ്സ്. വേൾഡിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അവാർഡ്സ് ആണ് കിട്ടുന്നത് അവരുടെ ഫീൽഡിൽ. ഓക്കെ, ആൻഡ് ആങ്ഷ്യസും ആണ്, കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഷീ തിങ്സ് ഓഫ് ഹർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഹു വിൽ സെലിബ്രേറ്റ് ഹർ സക്സസ്, പർട്ടിക്കുലർലി ഹർ എൽഡർലി മദർ. വയസ്സായ അമ്മേൻ്റെ പറ്റിയിട്ട് ആലോചിക്കുക, സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ. ഓക്കെ, ഇനി ഹർ ജോയ് ചേഞ്ചസ് ടു സോറോ എന്ന് പറയുമ്പോൾ സങ്കടം. വെൻ ഷീ റിമെമ്പേഴ്സ് ദാറ്റ് ഹർ ഫാദർ ഇസ് ഡെഡ്. അച്ഛൻ ഇപ്പം ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം. ഓക്കെ, ഷീ വിഷസ് ഷീ കുഡ് ടെൽ ഹിം അബൌട്ട് ദ നോബൽ പ്രൈസ്. അപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ അച്ഛനോട് നേരിട്ട് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ ബിക്കംസ് പീസ്ഫുൾ ആൻഡ് ഡ്രീം ലൈക്ക്. ലിറ്ററേച്ചറിലാണ് നോബൽ കിട്ടുന്നത്. ഓക്കെ, നോബൽ കിട്ടുന്നത് അപ്പം എന്താണ്? എഴുത്തുകാരാണ്, ക്രിയേറ്റീവാണ്, ആർട്ടിസ്റ്റിക്കാണ്. ഓക്കെ, അപ്പം നോക്കിയേ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ ബിക്കംസ് പീസ്ഫുൾ ആൻഡ് ഡ്രീം ലൈക്ക്. എന്ന സ്വപ്നം പോലെയായി. ഓക്കെ, ഇറ്റ് സീംസ് ടു ഗ്ലൈഡ് ത്രൂ സ്പേസ് റാദർ ദാൻ അങ്ങനെ കുലുക്കല്ല, അങ്ങനെ സ്മൂത്തായിട്ട് സ്വപ്നം പോലെ ഇങ്ങനെ പോകുന്നു എന്നാണ് പറയുന്നത്. സെൽമ ഇമാജിൻസ് ദാറ്റ് ഷീ ഈസ് ട്രാവലിംഗ് ടു മീറ്റ് ഹർ ഫാദർ ഇൻ പാരഡൈസ്. അച്ഛനെ പാരഡൈസ് സ്വർഗത്തിൽ കാണാൻ പോകാൻ തോന്നുന്നു. കാരണം അച്ഛനെ പറ്റി ആലോചിച്ചു, നല്ലൊരു മൂമെൻ്റ് ആണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ അച്ഛനെ സ്വർഗത്തിൽ കാണാൻ പോകുന്നവരെ ആലോചിക്കുന്നത്. ഷീ പിക്ചേഴ്സ് ഹിം സിറ്റിംഗ് ഓൺ എ റോക്കിംഗ് ചെയർ ഇൻ എ സണ്ണി വെറാന്ത. ഓക്കെ, ഒരു വെറാന്തയിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഫോട്ടോയിൽ. ഓക്കെ, സറൗണ്ടഡ് ബൈ ഗാർഡൻ, ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ്. ഹീ ഈസ് റീഡിങ് ആസ് ഓഫൺ ആസ് ഹി ഡിഡ് ഡ്യൂറിങ് ഹിസ് ലൈഫ്. അയാൾ വായിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു ഗാർഡനിൽ. ഓക്കെ, ഇനി instead of announcing the Nobel Prize immediately, okay, Selma tells him that she needs an advice because she is heavily in debt. അപ്പോൾ അച്ഛനോട് പോയിട്ട് സ്വപ്ന ഇമാജിനേഷനാണ്. അച്ഛാ എനിക്ക് നോബൽ പ്രൈസ് കിട്ടി എന്ന് പറയുന്നതിന് പകരം എന്താണ്? ഷീ ടെൽസ് അച്ഛാ കുറച്ച് സഹായമാണ്, ഒരു അഡ്വൈസാണ്, ഉപദേശമാണ്. എന്തിനു പറ്റിയിട്ട്? ഷീ ഈസ് ഹെവിലി ഉണ്ട്, നല്ല കടമുണ്ട്, ഭയങ്കര കടമാണ്. എന്തിൻ്റെയാ? ഹർ ഫാദർ മിസ്അണ്ടർസ്റ്റാൻഡ് ആൻഡ് സെസ് ഓക്കെ ദാറ്റ് പാരഡൈസ് ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് മണി. സ്വർഗത്തിലെല്ലാം ഉണ്ട് മോളെ, പക്ഷെ പൈസ ഇല്ല. അപ്പോൾ കടമല്ല, പൈസ ഇല്ല ഇവിടെ എന്നാണ് പറയുന്നത്. ഓക്കെ, സെൽമ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹർ ഡെറ്റ്സ് ആർ നോട്ട് ഫൈനാൻഷ്യൽ. പൈസേൻ്റെ കട അല്ല അച്ഛാ,
ദേ ആർ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. കണ്ടോ, നന്ദി പറയാനുള്ള കുറേ കടമുണ്ട് എനിക്ക്. ഓക്കെ, ഓഡ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇത് കടം കൊടുക്കേണ്ടത്? എവ്രി വൺ ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹെൽപ് ബിക്കം എ റൈറ്റർ. അപ്പോൾ എന്നെ ഒരു എഴുത്തുകാരി ആക്കാനുള്ള എല്ലാത്തിനും നന്ദി പറയാനുണ്ട് എനിക്ക്. ഓക്കെ, ഹെർ ഫസ്റ്റ് ഡെറ്റ് ഇസ് ടു ഹർ. ആരോടൊക്കെയാണ് ഈ കടം പറയാനുള്ളത്? കടം ഉള്ളത് ഫാദർ, അച്ഛനോട്. ഹി പ്ലേഡ് ദ പിയാനോ വായിച്ചു. സാങ് ബെൽമെൻ സോങ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ഇൻസ്പയർ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹർ ടു ചിൽഡ്രൻ ടു റൈറ്റേഴ്സ് സച്ച് ആസ് ടൈറ്റ്നർ, റൂനബർഗ് ആൻഡ് ആൻഡർസൺ. ഓക്കെ, അപ്പം അന്നത്തെ റൈറ്റേഴ്സ് അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ പിയാനോ വായിക്കും, പാട്ടൊക്കെ, അങ്ങനെ അതാണ് അച്ഛനോടാണ് ഫസ്റ്റ് നന്ദി പറയാനുള്ളത്. ഓക്കെ, ത്രൂ ഹർ ഫാദർ സെൽമ ഡെവലപ്ഡ് എ ലവ് ഫോർ ഫെയറി ടെയിൽസ്, ഹീറോയിക് സാഗാസ്, മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് തുടങ്ങിയത് ഈ റൈറ്റിംഗ് ഫീൽഡിലേക്ക് തന്നെ. ഓക്കെ, ഷീ ഈസ് ഓൾസോ ഗ്രേറ്റ്ഫുൾ ടു വാണ്ടറിങ് സിംഗേഴ്സ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടി നടക്കുന്ന ആൾക്കാർ. മിസ്ചീവിയസ് വാഗബോൺസ് എന്ന് പറഞ്ഞാൽ ഈ നോമാഡ്സ് ഒക്കെ പോലെ, പ്രത്യേകിച്ച് വീടും സ്ഥലമൊന്നുമില്ല, അങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, വാഗബോൺസ് ആൻഡ് ഓൾഡ് പീപ്പിൾ ഇൻ സ്മോൾ കോട്ടേജസ് ഹു ടോൾഡ് സ്റ്റോറീസ് അബൌട്ട് ട്രോൾസ്, വാട്ടർ സ്പിരിറ്റ്സ് ആൻഡ് എൻചാന്റഡ് മെയ്ഡൻസ്. ഈ ഫെയറി ടെയിൽസ് പറയും, ഒരു മാജിക്കൽ കഥകൾ പറയും, വയസ്സായവരൊക്കെ പറയില്ലേ, അപ്പോൾ അവരോടൊക്കെ നന്ദി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആരോടൊക്കെയാണ് ഒന്ന് നോട്ട് ചെയ്ത് നമുക്ക് ആൻസേഴ്സ് ഒക്കെ എഴുതുമ്പം വാണ്ടറിങ് സിംഗേഴ്സ് അണ്ടർലൈൻ ചെയ്തോ, അച്ഛനുണ്ട്, പിന്നെ എല്ലാവരും എൻ്റെ എവറിത്തിങ് വാണ്ടറിങ് സിംഗേഴ്സ്, മിസ്ചീവസ്, വാഗബോൺസ്. ഓക്കെ, കുരുത്തം കെട്ട് ഇങ്ങനെ തെണ്ടി നടക്കുന്നവരല്ല കറക്റ്റ്, പക്ഷെ എന്താണ് പ്രത്യേകിച്ച് സ്ഥലവും വീടും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നവരില്ലേ അവർ. ഓക്കെ, വാഗബോൺസ് ആൻഡ് ഓൾഡ് പീപ്പിൾ ഇൻ സ്മോൾ കോട്ടേജസ് ഹു ടോൾഡ് സ്റ്റോറീസ്. ഓക്കെ, നേച്ചർ ഇസ് ഓൾസോ ഇൻഫ്ലുവൻസ് ഹർ ഇമാജിനേഷൻ. റോക്സ്, ഫോറസ്റ്റ്, ആനിമൽസ്, ബേർഡ്സ്, ട്രീസ്, എൻ്റെ അമ്മ എല്ലാം പറയുന്നുണ്ടല്ലോ. റിവീൽ ദെയർ സീക്രറ്റ്സ് ടു ഹർ. നേച്ചർ, പ്രകൃതി ഒരു സീക്രട്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് എന്നെ പോയിട്രി കാണാൻ പഠിപ്പിച്ചത്. ദാറ്റ്സ് ഹൗ ഷീ സോ പോയിട്രി ഇൻ ദ വേൾഡ്. സെൽമ ദെൻ റിമെമ്പേഴ്സ് ഹർ റീഡേഴ്സ്. ഓക്കെ, അവരെ ബുക്ക് വായിക്കുന്നവർ അല്ലെങ്കിൽ പോയം വായിക്കുന്നവർ, അവർക്കും നന്ദി പറയും, നമ്മൾക്കും നന്ദി പറയുന്നുണ്ട്. വിത്തൗട്ട് പീപ്പിൾ വില്ലിംഗ് ടു റീഡ് ഹർ ബുക്സ് ഷീ കുഡ് നോട്ട് ഹാവ് ബിക്കം സക്സസ്ഫുൾ. ആരും വായിക്കാനില്ലെങ്കിൽ സക്സസ്ഫുൾ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പം ബേസിക്കലി ഒരു നല്ലൊരു ഹമ്പിൾ ആളാണ്, എല്ലാത്തിനും നന്ദി പറയുന്നു. ഓക്കെ, ഷീ താങ്ക്സ് ദ പീപ്പിൾ ഹു പ്രൈസ്ഡ് ഹർ ആൻഡ് ദോസ് ഹു ക്രിട്ടിസൈസ്. പൊക്കി പറഞ്ഞവരും അതേപോലെ കുറ്റം പറഞ്ഞവരും ക്രിട്ടിസൈസ് ചെയ്തവരും പ്രശ്നങ്ങൾ പറഞ്ഞവർക്കും നന്ദി പറയുന്നു. പ്രൈസ്ഡ് എൻകറേജ് ഹർ വൈൽ ക്രിറ്റിസിസം ഹെൽപ്പ് ഹർ ഇംപ്രൂവ്. അപ്പം പൊക്കി പറഞ്ഞവർ അല്ല പ്രൈസ് ചെയ്തവർ എൻ്റെ എൻകറേജ് ചെയ്ത് ബാക്കിയുള്ളവരെന്താണ് കുറ്റം പറഞ്ഞവർ സഹായിച്ചു എങ്ങനെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഷീ റിമെമ്പേഴ്സ് പീപ്പിൾ ഇൻ ഫോറിൻ കൺട്രീസ് ഹു വർക്ക് ഫോർ ഹർ ആൻഡ് ഹെൽപ്പ് ഹർ ബുക്സ് റീച്ച് വൈഡർ ഓഡിയൻസ്. പബ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തവരായിക്കോട്ടെ, ഫോറിൻ കൺട്രീസിലുള്ളവർക്ക് നന്ദി പറഞ്ഞു. ഷീ ഈസ് എക്സ്പെഷ്യലി ഗ്രേറ്റ്ഫുൾ ടു ഹർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് SL-Day. ഓക്കെ, SL-Day ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടാണ്, നോട്ട് ചെയ്തോ. ഓക്കെ, ഹു ട്രൈ ടു ഓപ്പൺ ഡോർസ് വെൻ അതേഴ്സ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഹർ. അപ്പം പുള്ളിയായിരുന്നു ഒരു വഴികാട്ടി. ഓക്കെ, ഹർ ഗ്രേറ്റസ്റ്റ് ന്യൂ ഡെറ്റ് ഇസ് ഇൻ നൊബേൽ പ്രൈസ്. ഓക്കെ, അപ്പം ഇനി പുതിയൊരു കട ആർക്കാണ്? ദ സ്വീഡിഷ് അക്കാഡമി. അപ്പോൾ സ്വീഡിഷ് അക്കാഡമിയാണ് ഞാൻ പറഞ്ഞൊരു ആൽഫ്രഡ് നൊബേലിൻ്റെ ആ വില്ല് കൊണ്ടു നടക്കുന്നത് ഇപ്പോഴും. ഓക്കെ, എല്ലാ വർഷവും സെലക്ട് ചെയ്യണം സയൻസിലും ഓരോ സബ്ജക്റ്റിലും ഇങ്ങനെ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഹാസ് ഗിവൺ ഹർ നോട്ട് ഓൺലി ദ മണി, ഞാൻ പറഞ്ഞു 10 കോടി രൂപയാണ് ഏകദേശം വരിക. ഓക്കെ, ആൻഡ് ഓണർ, ബട്ട് ഇറ്റ്സ് ഓൾസോ ട്രസ്റ്റ് ബിഫോർ ദ വേൾഡ്. അല്ലേ, ട്രസ്റ്റിയാണ്, പൈസ കൊടുക്കുന്നതിന് മാത്രമല്ല, ഇയാളാണ് ഈ വർഷം ഏറ്റവും ബെസ്റ്റ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്, ഇപ്പോൾ ലിറ്ററേച്ചറിലായിക്കോട്ടെ. ഓക്കെ, ഹെർ ഫാദർ ഇസ് ഓവർവെൽഡ്. അച്ഛന് ഭയങ്കര സന്തോഷമാണ് ബൈ ദ ന്യൂസ് ഇത് കേട്ടിട്ട്. ആൻഡ് ബിഗിൻസ് ടു ക്രൈ വിത്ത് ജോയ്. സന്തോഷം കൊണ്ട് കരയാണ്. ഇതൊക്കെ ഇമാജിനേഷൻ കേട്ടോ. ഹി ഫൈനലി ഡിക്ലെയർസ് ദാറ്റ് സച്ച് എ ഡെറ്റ് കൻ നോട്ട് ബി കാൽക്കുലേറ്റഡ് ഓർ റീപെയ്ഡ്. ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അത്രയും കടം കൊടുക്കാനുണ്ട് മോളെ എന്നാണ് പറയുന്നത്, ഇൻ എ ഗുഡ് വേ. ഓക്കെ, റിട്ടേണിംഗ് ടു ദ ആക്ച്വൽ സെറമണി, സെൽമ ഇൻവൈറ്റ്സ് ദ ഓഡിയൻസ് ടു ജോയിൻ ഹെർ ഇൻ എ ടോസ്റ്റ് ടു ദ സ്വീഡിഷ് അക്കാഡമി. പിന്നെ നമ്മളെന്താണ് ഇമാജിനേഷൻ മാറി, നമ്മൾ തിരിച്ച് നോബൽ പ്രൈസ് അക്സെപ്റ്റൻസ് സെറമണിയിലേക്ക് വരികയാണ്. ഒരു ടോസ്റ്റ് പറയാണ്, നന്ദി പറയണം ആരോട്? സ്വീഡിഷ് അക്കാഡമിയിലേക്ക്. ഓക്കെ, ഇതിന് ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും, ആൻഡ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താ മനസ്സിലാവേണ്ടത്? ഹംബിൾ, താങ്ക്ഫുൾ, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽമ ലാഗ്രാഫ്. അപ്പോൾ ഇവരെ പറ്റിയിട്ട് ആക്ച്വലി ഇത് ചോദിച്ചിട്ടുണ്ട്, ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. അച്ഛനെ പറ്റിയിട്ടുണ്ട്, SL-Day പറ്റിയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് രണ്ടും പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനോടൊക്കെ കാണാൻ പറയുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, ബൈ ബൈ.